അത് ചോറിനൊക്കെ നമ്മൾ വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കിഴങ്ങ് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവം കാണിച്ചതാണ്. കുറച്ച് വെളുത്തുള്ളിയും തോല് ഒഴിച്ച് കട്ടിയിടുന്നു. അപ്പോൾ നമുക്ക് വെളുത്തുള്ളി ആയിട്ടുണ്ട്. നമുക്ക് കിഴങ്ങ് ചിക്കൻ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കാൻ പറ്റില്ല. ഞാൻ ഇന്നലെ ചിക്കൻ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കി. നല്ല അടിപൊളി ടേസ്റ്റ്, ഒരു രക്ഷയില്ല. നമ്മൾ അപ്പുറത്ത് പറമ്പിൽ വർക്ക് ചെയ്യാൻ വന്ന ചേട്ടൻ പോലും എൻ്റെ ചിക്കൻ കറി എൻ്റെ കിഴങ്ങ് കറിയെ കുറിച്ച് ചോദിച്ചു. ഇതിലേക്ക് മസാല ഇടാം. വീട്ടിൽ പൊടിച്ച കുരുമുളക് പൊടി ഞാൻ ഒന്നുകൂടി ചേർക്കായിരുന്നു. നമ്മൾ കൂടുതൽ ചേർക്കുന്ന കുരുമുളക് പൊടിയാണ്. ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർക്കാം. ശകലം ചിക്കൻ മസാല അല്ലെങ്കിൽ ബീഫ് മസാല ചേർക്കുക. ഞങ്ങൾക്ക് ചിക്കൻ മസാലയും ചേർക്കാം. ഇച്ചിരി ചേർക്കാൻ മതി. അതില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ എന്താ തരാമ്പൂവോ അല്ലെങ്കിൽ പട്ടയുടെ ഇലയൊക്കെ ഇട്ടാൽ മതി. അതിട്ടാലും മതി. ചിക്കൻ മസാലയ്ക്ക് പകരം അതിട്ടാലും മതി. ഇച്ചിരി മല്ലിപ്പൊടി ഇടാം. കുറച്ച് ചേർക്കാൻ മതി. എല്ലാം കൂടെ കൂട്ടിയിട്ട് നമുക്കൊരു ഇടാൻ പാടുന്നതല്ല. ഉപ്പിപ്പം തന്നെ ഇട്ട് കഴിഞ്ഞാൽ വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ ഉപ്പ് നമ്മൾ വറക്കാൻ സമയത്ത് ഇട്ടാൽ മതി. അതായിട്ട് നമുക്ക് വേണം. നല്ലപോലെ മസാല ഇട്ടാൽ ചട്ടിയിലേക്ക് നമ്മൾ കുറച്ച് കട്ടിയായിട്ട് തന്നെ അതായത് വെളുത്തുള്ളി ചട്ടി കുറച്ച് ചൂട് കൂടുതലാക്കിയിരുന്നു. ചൂടാണ്. അതുപോലെ നമുക്ക് വറക്കാൻ സമയമായില്ല. ഇനി കുറച്ച് ഉപ്പ് ഇതിനകത്തേക്ക് ഇടാം. ഉപ്പ് ഇട്ടുണ്ട്. അതിലേക്ക് രണ്ടോ മൂന്നോ കണ്ട് കറിയിലേക്ക് ഇടാം.
നമുക്ക് ആ സമയം കൊണ്ട് കുറച്ച് പച്ചക്കറീൻ്റെ വേസ്റ്റ് ഉണ്ട്, അതായത് പപ്പായൻ്റെ കുരു, മുളകിൻ്റെ കുരുവാണ്. ഇത് നമുക്ക് മുളപ്പിക്കണം. അപ്പോൾ ഇതാണ് എൻ്റെ പച്ചക്കറി തോട്ടം. കുറച്ച് ഇവിടെ ഇരിക്കട്ടെ, അതുപോലെ കുറച്ച് ഇവിടെ ഇരിക്കട്ടെ. ഇത് ഇഞ്ചിയാണ്, തക്കാളിയാണ്. ഇഞ്ചി, തക്കാളി, പിന്നെ അതുപോലെ ഒരു ചീര ഉണ്ട്, പിന്നെ കുറച്ച് മുളക് മരമുണ്ട്, മുളക് പൂവിട്ടു. അതുപോലെ ഒരു കറിവേപ്പില മരമുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് മണി പ്ലാന്റ് ഉണ്ട്. അതൊക്കെ ഞാൻ പിന്നെ വിശദീകരിച്ച് നമുക്ക് ഇപ്പോഴാണ് ഞാൻ ഓർത്ത് നിങ്ങളുടെ ഫ്രണ്ട് ജിജു ഒരു കാര്യം പറഞ്ഞൊരു ഡയറക്റ്റ് ഈ ഫൈബർ ഏരിയയിലേക്ക് കൊണ്ട് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിരുന്നു. നമ്മൾ പഠിച്ച കോഴ്സുകളെ കുറിച്ച് പറഞ്ഞു. പിന്നെ അതുപോലെ എൻ്റെ ഫ്രണ്ട് സഞ്ജുപാട് ടെസ്റ്റിംഗാണ്. അപ്പോൾ ആർക്ക് മെസ്സേജ് കിട്ടില്ല. ഈ സമയത്തൊക്കെ ഞാൻ ഓർത്തു. കറിവേപ്പിൻ്റെ ഇല വീണ്ടും വീണ്ടും ചേർത്തിട്ട് എനിക്ക് മതിയാവുന്നില്ല. അപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും കറിവേപ്പിൻ്റെ ഇല ചേർക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ വരുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വീണ്ടും വീണ്ടും കറിവേപ്പിൻ്റെ ഇല ഇടുന്നത്. വീട്ടിൽ നല്ലൊരു മരമുണ്ട്, അപ്പോൾ അതിനകത്തുനിന്ന് കുറേ പറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ആ സമയത്തേക്ക് നമുക്ക് കുറച്ച് ചുവന്ന ചെറിയുള്ളി അരിഞ്ഞെടുക്കാം. ഈ ചുവന്ന ചെറിയുള്ളി കൊണ്ട് നമുക്ക് വറുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് വെറും സാരി എടുപ്പിക്കാൻ മാത്രമേ അറിയുള്ളൂ, അല്ലെങ്കിൽ ഡെക്കറേഷൻ ചെയ്യാൻ മാത്രമേ അറിയുള്ളൂ, അല്ലെങ്കിൽ ഡയറക്ഷൻ ചെയ്യാൻ വേണ്ടി മാത്രം, ഷൂട്ടിങ്ങിന് മാത്രമേ അറിയുള്ളൂ എന്ന് വിചാരിക്കും. അല്ല, എനിക്ക് നല്ല കുക്കിംഗ് നോളജ് കൂടെ ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നത്. ഫ്രഞ്ച് പൊട്ടറ്റോ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഉള്ളി വറവിടുക. എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് അതിലേക്ക് ഉള്ളിയിട്ട് സെറ്റാക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന സ്ഥലം എൻ്റെ വീടല്ല കേട്ടോ. ഞാൻ ഇപ്പോൾ ഒരു 2 വർഷമായിട്ട് ഫീൽഡിൽ ഒരു ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ വന്ന് താമസിക്കുകയാണ്. ഇതൊരു അപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കണം, ഒറ്റയ്ക്ക് കുറച്ച് ഇരിക്കണമെന്ന് ചിന്തിക്കുന്ന സമയത്ത് വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഒരു അപ്പാർട്ട്മെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു, അവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എണ്ണ ചൂടായി അതിലേക്ക് ഉള്ളി ഇടാം. ഉള്ളി വഴറ്റിയതിന് ശേഷം നമുക്ക് അതിനകത്ത് കുറച്ച് വറ്റൽമുളക് കൂടെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് വറ്റൽമുളക് കൂടെ ഇട്ടു, പിന്നെ കുറച്ച് കറിവേപ്പില കണ്ടിട്ടു. അതിന് ശേഷം നമ്മൾ ആ ഒരു ഉണ്ടാക്കിയ സംഭവം ആ തോന്നിച്ച സംഭവത്തിലേക്ക് ഇട്ടു. എന്നിട്ട് നമ്മൾ ഇറക്കി വെച്ചിരിക്കുന്നതാണ്. ടേസ്റ്റ് ഞാനൊരു വട്ടം നമ്മൾ ടേസ്റ്റ് ചെയ്ത് കാണിച്ചിരുന്നു. ടേസ്റ്റ് അതുപോലെ തന്നെ നമുക്ക് ഈ ചോറ് കളയാം.
കറിയൊക്കെ ഉള്ള സമയത്താണെന്നുണ്ടെങ്കിൽ ചോറിൽ കുറച്ച് കഞ്ഞിവെള്ളം വെക്കുന്ന ടൈപ്പിലായിരിക്കും ഞാൻ ഉണ്ടാക്കാറ്. അങ്ങനെ പറഞ്ഞ് ഉണ്ടാക്കി വെച്ചത്. ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഫുഡൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ നല്ലപോലെ ഫുഡ് കഴിക്കും. അപ്പം അതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞിരിക്കുന്നത്. നിങ്ങളൊന്നും വിചാരിക്കുന്ന ഇതൊക്കെ ഞാൻ കഴിക്കുന്നത്. സ്വന്തമായിട്ട് കറിവേറ്റന്മാരുള്ളത് കൊണ്ടാണ് ഇത്രയും അഹങ്കാരം വിചാരിക്കേണ്ട. നല്ല ഫ്ലേവറാണ് ഈ കറിവേറ്റ തോന്നിട്ട് കഴിഞ്ഞത്. അപ്പം അതുകൊണ്ടാണ് ഇത്രയും തോന്നി കറിവേറ്റ ഇട്ടത്. തന്നെ മതി, വേറെ ഒന്നും വേണ്ട. നല്ല ടേസ്റ്റാണ്. അപ്പം എങ്ങനെ കഴിക്കുക? വരുന്നതിൻ്റെ കൂടെ ഒരു 1.5 പിടി പിടിക്കുക.